ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പറമ്പിലൊന്ന് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പെരയ്ക്കകത്തിരുന്ന് ഇങ്ങനെ അടുക്കളയും കുക്കിങ്ങും തന്നെയല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് പോയി കുറച്ച് റബ്ബർ മാർക്കിടാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പള്ളി കഴിഞ്ഞ് ആ വഴി പോയി റബ്ബറൊക്കെ ഒന്ന് മാർക്കിട്ടിട്ട് വരാമെന്നോർത്ത് പോയി. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തല്ല സ്ഥലമുള്ളൂ. സ്ഥലം ഇച്ചിരി മാറി തറവാടിനൊക്കെ അടുത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഇച്ചിരി മാറിയാണ്. അതുകൊണ്ട് പള്ളി കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഞായറാഴ്ചയും പറമ്പിലൊക്കെ ഒന്ന് പോയിട്ട് പോരും. അപ്പം വലിയ ആദായം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറമല്ലേ, അപ്പോൾ നമുക്കിവിടെ റബ്ബർ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വാഴ, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് പ്ലാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ആദായം എന്ന് പറഞ്ഞാൽ കപ്പയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ അങ്ങ് ഭയങ്കര പന്നിശല്യം. അപ്പോൾ പന്നി കുത്തിക്കളയും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ നടാം എന്നൊക്കെ ഓർത്തിട്ട് കുറച്ച് വിത്തുമൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ അന്നേരത്തേക്ക് അപ്പടി അങ്ങ് മഴ മൂടലുമായിരുന്നു. പിന്നെ ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ഒരു 11 മണിയൊക്കെ ആയി. നല്ല വെയിലില്ല, എന്നാൽ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഉള്ള റബ്ബറൊന്ന് മാർക്കിടാൻ. അപ്പം ഒന്നാമത്തെ റബ്ബറിന് വില കൂടിയപ്പം നമുക്ക് കുറച്ച് റബ്ബറേ ഉള്ളൂ. അപ്പോൾ അത് വെട്ടാനായിട്ട് ആരും കിട്ടാനില്ല. അപ്പം പള്ളി കഴിഞ്ഞ് ഫുൾ ഡ്രസ്സിൽ റോജാൻ തന്നെ മാർക്കിട്ടോളാം എന്ന് പറഞ്ഞ് തന്നെ പോയത് മാർക്കിട്ട്. കമ്പിയും ചിരട്ടയൊക്കെ നേരത്തെ ചില്ലും ചിരട്ടയും അതൊക്കെ നേരത്തെ കെട്ടിയായിരുന്നു. ഇങ്ങനെ റബ്ബറെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോയതൊക്കെ ഒന്ന് പകുതി ഒന്ന് തെളിച്ചിരിച്ച് പോന്നു. അപ്പോൾ പറഞ്ഞ് ഞായറാഴ്ച നമുക്കൊന്ന് പള്ളി കഴിഞ്ഞിട്ട് നമുക്കതുകൂടെ ഒന്ന് തെളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയതാട്ടോ. അപ്പോൾ അതേ അപ്പനും മോനും കൂടെ മോനാ ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഹൈ റേഞ്ച് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലങ്ങനെ എന്താ പറയുന്നത്, കൂടുതൽ റബ്ബറൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് റബ്ബർ വെട്ടുന്നതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കാണാനും നമുക്ക് ഇഷ്ടമാണ്, നമുക്കോട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പുറകെ പോയി വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഒത്തിരി ഇതേക്കൂട്ട് നാളായിരുന്നു പറമ്പിലേക്കൊക്കെ ഞായറാഴ്ച പോവുമെങ്കിലും അക്കരയിലേക്ക് അങ്ങനെ കയറി പോകാറില്ല. ഇപ്പുറത്തെ ഈ വണ്ടി ചെല്ലുന്നിടത്ത് നിന്നുകൊണ്ട് നമ്മൾ നോക്കിയേച്ചിങ്ങ് പോരുമായിരുന്നു. ഇപ്പോൾ കാടുമൊക്കെ തെളിച്ച് നല്ലപോലെ ആക്കിയിട്ടു. അപ്പോൾ പിന്നെ നമുക്ക് ഇറങ്ങിപ്പോകാനൊക്കെ ആയിട്ട് സൗകര്യമുണ്ട്. പിന്നെ ഇഷ്ടം പോലെ വിറക് കിടപ്പുണ്ട്. അപ്പോൾ ഇവന്മാർ അവിടെ ഒരു കിണർ കുത്തിയത് പൊട്ടക്കിണറായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പിള്ളേർ അതിൻ്റെ ചുവട്ടിലേക്ക് ഓടുകയാണ്. അപ്പം അതിനെ വഴക്ക് പറഞ്ഞ് കയറ്റി വിട്ടേച്ച് രണ്ടുപേരുടെ പിന്നെ ആ ചിരട്ടയൊക്കെ ആയിട്ട് അവർക്കും ഇത് കാണാനും അതിനകത്ത് പിടിക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. വിറകൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ആ വിറക് പെറുക്കാനും ഒന്നും നമ്മളെക്കൊണ്ട് പറ്റിയല്ലാത്തതുകൊണ്ട് ഞാനങ്ങോട്ട് ആ ഭാഗത്തായിട്ടൊന്നും നോക്കിയില്ല. വിറകിന് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഗോഡൗണിൽ നിന്ന് കൊണ്ടുവരുകയേ ഉള്ളൂ. നമ്മൾ പറമ്പിൽ പോയി പെറുക്കൊക്കെ കുറവാണ്. നമുക്കങ്ങനെ പോയി പെറുക്കിക്കൊണ്ട് വരാനുള്ള ദൂരമൊന്നുമല്ല. പിന്നെ തറവാടും ചേട്ടൻ്റെ വീടും ഒക്കെ അടുത്താണ്. നമ്മൾ വീട് വെക്കാനായിട്ടിരുന്നാണ്, പക്ഷേ വെച്ചില്ല. നമ്മൾ മാറിയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ പോയി ആദായമൊക്കെ ഉള്ളത് നോക്കും. വാഴക്കൊലയുണ്ട്, തേങ്ങ ഉണ്ട്, പിന്നെ നമ്മുടെ ഇതില്ലേ, നമ്മുടെ കണ നിപ്പുണ്ട്. കണ എന്താ അതിന് പറയുന്ന പേര്, ഈ നമ്മൾ പുട്ടൊക്കെ പുഴുങ്ങുന്ന സംഭവം നിപ്പുണ്ട്. ഈന്ത് നിപ്പുണ്ട്. പ്ലാവ് ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ കുറച്ച് ആദായങ്ങളുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ നമ്മൾ കുറേ നട്ടിട്ടുണ്ട്. പിന്നെ കൊടിയുണ്ട് ഇഷ്ടം പോലെ. പിന്നെ കശുവണ്ടി. അങ്ങനെ അങ്ങ് അക്കരയിലേക്ക്, ഞാൻ ഇക്കരെ മാത്രമേ നിന്നിട്ട് എടുത്തുള്ളൂ. പിന്നെ അക്കരയിലേക്ക് അത് കയറിപ്പോകണമെങ്കിൽ ഇച്ചിരി ഇതുണ്ട്. അത് 1 ഏക്കർ സ്ഥലമായിട്ട് അങ്ങനെ കിടക്കുന്നത്. നമുക്ക് അങ്ങ് കയറിപ്പോകണം, ഇച്ചിരി കയറ്റമായിട്ട് കയറിപ്പോകും. ഞാനിത് കുറച്ച് പച്ചക്കറിയും വാക്കത്തിയൊക്കെ ആയിട്ട് പോയതാണ്. കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടേക്കാമെന്ന് ഓർത്തുകൊണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനും മടുത്തു പോയി. ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് പള്ളിയിലൊക്കെ കഴിഞ്ഞ് ആയതുകൊണ്ട് പിള്ളേർ സ്നാക്സൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുപ്പിയും പാത്രവും എല്ലാം അവിടെ ഇട്ട്. അല്ലെങ്കിൽ ഈ പിള്ളേരെ ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞ് നമുക്ക് പറമ്പിൽ ഒരു പണിയും നടക്കുകയായിരുന്നു. ഇതുങ്ങളുടെ പുറകെ നമ്മൾ അലച്ചും വിളിച്ചും ഇങ്ങനെ നടക്കും. അവിടെ പോകരുത്, ഇവിടെ പോകരുതെന്ന്. ഇവരെ ശ്രദ്ധിക്കാൻ പോകുന്നു, നമ്മളതോ വല്ലതും നടാൻ പോകുന്നു. അത് ഞാൻ അന്നേരം പറഞ്ഞു, ഇനിയിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും നടുവോ അല്ലെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. പണിക്കാരെ നിർത്തിയാണ് ചെയ്യിക്കുന്നത്. നമ്മളൊന്നും പോയി കഴിഞ്ഞാൽ തീരുകയല്ല. ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ മടുക്കും. പറമ്പിൽ നിന്ന് ഇറങ്ങി ഇക്കരെ പറമ്പിൽ നിന്ന് അക്കരെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ മടുത്തു പോകും. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ പ്രകൃതി കാഴ്ചയൊക്കെ കണ്ടു. റോജാൻ അവിടുന്ന് റബ്ബറൊക്കെ വെട്ടി. നമ്മളിങ്ങനെ ശല്യമായിട്ട് പുറകെ ഇങ്ങനെ നടന്നു. പണി ചെയ്യുകയില്ല, ചെയ്യിക്കുന്നവരെ ഒട്ടും സമ്മതിക്കുകയില്ലാത്ത രീതിക്ക്. ഇപ്പോൾ തെളിച്ചതേ ഉള്ളതുകൊണ്ട് പാല് ഒന്നും വരാൻ തുടങ്ങിയില്ല. ചിരട്ടയൊക്കെ വെച്ചേച്ച് പോന്നു. അപ്പോൾ ഇവന്മാരവിടെ നിന്ന് പിന്നെ അതിൻ്റെ പുറകിൽ കല്ലുമൊക്കെ പെറുക്കി വെക്കുകയോ എന്തൊക്കെയോ ഭയങ്കര പരിപാടികളാണ്. പിന്നെയും എനിക്ക് റബ്ബർ വെട്ടുന്ന കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ചുവട്ടിൽ പോയി നിന്നുകൊണ്ടിങ്ങനെ നമ്മുടെ
റബ്ബർ വെട്ടുന്ന ഇങ്ങനെ കണ്ട് നോക്കുവാണ്. അപ്പോൾ നന്നായിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ ഇവരൊക്കെ റബ്ബർ വെട്ടുമായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ട് അതൊന്നും ഇല്ല. ഇപ്പോഴാണ് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബറിനിട്ട് തെളിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ അവിടെ ചെന്നേച്ചിട്ട് നമ്മുടെ അക്കരയിലേക്ക് കുറച്ചങ്ങോട്ട് കയറിയൊരു തോടിനപ്പുറമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കുറച്ച് ഏലമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ റേഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന്. പക്ഷേ ഈ നാട്ടിൻപുറത്ത് ഏലമൊന്നും പിടിക്കുകയൊന്നുമില്ല. അവിടെ വെച്ച് ഒരു 100-200 മൂട് വെച്ചതായിരുന്നു. മൊത്തം ഉണങ്ങിപ്പോയി, കണ്ടമായിരുന്നു കുറച്ച്. അപ്പോൾ അവിടെ വെച്ചിട്ട് അതെല്ലാം പോയി. പിന്നെ കുറച്ച് കപ്പളമൊക്കെ നിൽപ്പുണ്ട്, അതൊക്കെ പിടിക്കുമായിരിക്കും. പിന്നെ അതൊന്നും ഈ പന്നി കുത്തി കളയല്ല, അതുകൊണ്ട് പന്നിയുടെ ശല്യം ഭയങ്കരമാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈ നമ്മുടെ 2ാം വർഷം കായ്ക്കുന്ന കുറച്ച് പ്ലാവ്, കുറച്ച് തെങ്ങ്, കവുങ്ങ്, പിന്നെ റംബൂട്ടാൻ, മംഗോസ്. ഇത് അക്കരയിലേക്ക് അങ്ങ് സ്ഥലം നീണ്ട് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്നും കയറിപ്പോകാനായിട്ട് പറ്റിയല്ല, അന്ന് കയറ്റമല്ലേ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നിടത്താണ് കുറച്ച് മംഗോസ്റ്റിന്, റംബൂട്ടാൻ, നമ്മുടെ അൽഫോൻസ, മാവ്, ഇതെല്ലാം നമ്മൾ ഈ മണ്ണുത്തിയിൽ പോയി വാങ്ങിച്ച് അവിടെ പോയി കാർഷിക സർവകലാശാലയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. അതൊന്നും അങ്ങനെ പന്നി കുത്തി കളഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ അവിടെ നിൽപ്പുണ്ട്. കുറച്ച് തെങ്ങൊക്കെ കുറേ കുത്തി കളഞ്ഞു. പിന്നെ ഏതായാലും വെട്ടുമൊക്കെ കഴിഞ്ഞ് ഒരു ഉരുണ്ട് വീഴ്ചയൊക്കെ കഴിഞ്ഞേച്ച് പയ്യെ ഇങ്ങോട്ട് പിള്ളേരും ഇവരെല്ലാവരും കൂടെ തെറ്റി അങ്ങോട്ട് പോയി. മഴയും കൂടെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതേ അങ്ങനെ നമ്മൾ കയറി വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു ഷെഡും ഒരു ഗോഡൗണും ഒക്കെ ഉണ്ട്. നേരത്തെ നമുക്കൊരു പശു ഫാമും കുറേ ആടും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഫാം പോലെ നടത്തിയതാണ് അത് കിടക്കുന്നത്. ഇപ്പോൾ അത് ചുമ്മാ ഇട്ടേക്കുവാണ്. അതിനകത്ത് നമ്മൾ ഈ പണി സാധനങ്ങളും ഗോഡൗണായിട്ട് കൊണ്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയിലായിട്ട് ഭയങ്കര റംബൂട്ടാൻ നിൽപ്പുണ്ട്. അത് നമ്മൾ ഈ വർഷം കൊടുത്തതാണ്. ഒരു നല്ല വിലയ്ക്ക് എടുത്തു. ഒരെണ്ണേ ഉള്ളൂ കായ്ച്ചത്. അപ്പോൾ അതിൻ്റെ കുറേ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞായിരുന്നു. അതുകൊണ്ട് കുറേ കായേ ഉള്ളായിരുന്നു. ആ ഒരു റംബൂട്ടാൻ നമുക്ക് കായ്ച്ചതായിട്ടുള്ളൂ. പിന്നെ ബാക്കി ഇപ്പോൾ ഈ സൈഡ് കാണുന്നത് ചേട്ടൻ്റെ വീടും അതിനപ്പുറം തറവാടുമാണ്. നമ്മളതിനപ്പുറയാണ് സ്ഥലം കിടക്കുന്നത്. അപ്പം റംബൂട്ടാൻ ഇങ്ങനെ ഒരെണ്ണം പറിക്കാവോ നോക്കിയിട്ട് അവർ ഒരു തരത്തിലും പറിക്കത്തില്ലാത്ത രീതിക്കാണ് വലയിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നാട്ടിൻപുറത്ത് റംബൂട്ടാൻ ആയിക്കഴിഞ്ഞാൽ അവരിങ്ങനെ കൊണ്ടുവന്ന് മൊത്തം വലയിട്ടിട്ട് പോവും. നമുക്ക് പറിക്കാൻ പറ്റിയല്ലാത്ത പോലെ. ഇത് ചേട്ടൻ്റെ വീടും അത് അപ്പുറത്തെ നമ്മുടെ തറവാടുമാണ്. 2 വീട് അടുത്തടുത്തുണ്ട്. ഇപ്പുറേ നമ്മളെ സ്ഥലവും. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാം വീഡിയോ ഒക്കെ എടുത്തു. റബ്ബർ എല്ലാം മാർക്കൊക്കെ ഇട്ടു. തിരിച്ച് ഗോഡൗണിൻ്റെ അവിടെ എല്ലാവരും കൂടെ കയറി വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ മടുത്തു. ഇത് റോഡാണ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെയുള്ള വഴിയാണ്. ബസ് പോകുന്നൊന്നുമല്ല, സാധാ റോഡാണ്. അപ്പോൾ ഇത് അത്രയൊക്കെ കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ മടുത്ത് ഞങ്ങൾ കയറി വന്നു. അപ്പോൾ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളിത് തിരിച്ച് എല്ലാവരും മേത്തെല്ലാം ചെളിയായി വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.